വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മേൽമാവ് നമുക്ക് തയ്യാറാക്കാം. 1.5 കപ്പ് മൈദ, ഇച്ചിരി ഉപ്പ്, മഞ്ഞ കളറും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് പരത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഒഴിച്ച് കുതിർക്കാനായിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി അതിൻ്റെ പൂർണ്ണം തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. കുഴഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കുകയും വേണം. അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതൊരു തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക ചൂടോടെ. ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തതിന് ശേഷം ഒരു അടിക്ക് കട്ടിയുള്ള പാനിലേക്ക് മാറ്റിയിട്ട് 1 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുക്കി വരട്ടിയെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒരു തവി ഇങ്ങനെ കുത്തി നിർത്തുകയാണെങ്കിൽ തവി മറിഞ്ഞ് വീഴാനും പാടില്ല. അതാണ് കറക്റ്റ് പരുവം. ഇല്ലെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. തണുത്തതിന് ശേഷം ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. എല്ലാം ഒരുമിച്ച് നമുക്ക് തയ്യാറാക്കുന്നത് പാടായിരിക്കും. ഓരോരോ ബാച്ചായിട്ട് തയ്യാറാക്കി എടുക്കുക. 2 മണിക്കൂർ കുതിർത്ത മാവിലേക്ക് പൂർണ്ണം വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. മാവ് നല്ലോണം വലിഞ്ഞ് കിട്ടും. കൂടുതലുള്ള മാവ് എടുത്ത് മാറ്റുകയും വേണം. അതുപോലെ എല്ലാം നന്നായിട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം അരിമാവിൽ മുക്കി വേണം അത് പരത്തിയെടുക്കാനായിട്ട്. തീ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കുക. അത് നല്ല ചൂടായിട്ടുള്ള പാനിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതും വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഒരു സൈഡ് ഇതുപോലെ ഇട്ടിട്ട് മറിച്ചിട്ട് മുകളിൽ ഒരു നെയ്യ് തൂകുക. തിരിച്ചിട്ടിട്ട് ആ സൈഡിൽ ഒന്ന് നെയ്യ് തൂകുക. നെയ്യ് തൂകിയ ഭാഗം ഒന്നും കൂടെ ഒന്ന് വേവിക്കണമെന്നേ ഉള്ളൂ. മറിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക. കൂടുതൽ സമയമിട്ട് പ്രസ് ചെയ്ത് വേവിക്കരുത്, പൊടിഞ്ഞു പോവും. ചുമന്നെടുക്കണമെങ്കിൽ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ ബോളിയും തയ്യാറാക്കി എടുക്കുക. വളരെ സോഫ്റ്റുമാണ്. ശർക്കര ചേർത്തിട്ടുള്ള ബോളിയേക്കാളും വളരെ മൃദുവാണ്. ചെറിയ ബോളി ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ബോളിയും ഉണ്ടാക്കാം. എല്ലാവരും ഈ രീതിയിൽ കടലപ്പരിപ്പും പഞ്ചസാരയും ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ബോളി തയ്യാറാക്കി നോക്കുക. ട്രിവാൻഡ്രത്ത് ഇത് സാധാരണ പാൽപ്പായസവും പാലട പ്രഥമൻ്റെ കൂടെയാണ് വിളമ്പുന്നത്. വളരെ ഫേമസ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.